അച്ഛൻ കണ്ടിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഇതിൻ്റെ ഫെസ്റ്റിവൽ ഔട്ട് കണ്ടതാണ്. 1.5 വർഷം മുമ്പ് അച്ഛൻ കണ്ടായിരുന്നു. ഫാമിലിയിലെല്ലാവരും ഗ്രാൻഡ് പേരൻസ് എപ്പോഴും നല്ല അഭിപ്രായം. പക്ഷെ അത് വേറൊരു ലുക്ക് ആൻഡ് ഫീൽ കുറച്ച് വേറെ ആയിരുന്നു ഫെസ്റ്റിവൽ ഔട്ട്. നമ്മൾ തിയേറ്ററിക്കൽ റിലീസിന് വേണ്ടിയുള്ളൊരു ഔട്ടാണ് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത്. കുറേ പശ്ചാത്തലങ്ങൾ നമ്മൾ ട്വീക്ക് ചെയ്തിട്ട് തിയേറ്ററിക്കൽ റിലീസാണ്. ഫിലിം ഫീൽഡിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും റെസ്പോൺസ്? എൻ്റെ സമപ്രായക്കാരായ ആർട്ടിസ്റ്റൊക്കെ കുറേ പേര് ഫ്രണ്ട്സ് ഉണ്ട്, അവർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. റെസ്പോൺസുകൾ സന്തോഷമുണ്ട്. വലിയ സ്റ്റാർസ് അങ്ങനെ ആരും എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ബിസി ആയിരിക്കും, പടം കാണാനായിട്ടുള്ള ടൈം ഉണ്ടാവും എനിക്കറിയില്ല. നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ളൊരു കുറച്ച് ആർട്ടിസ്റ്റൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ നിന്ന് ഇത്രയും വലിയൊരു എക്സ്പെരിമെൻ്റൽ മൂവി ആദ്യമായിട്ടാണ്. അതിൻ്റേതായ ഹൈപ്പ് ഈ ഫിലിമിനുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, അതിൻ്റേതായ ഒരു ഹൈപ്പ് നമുക്കിതുവരെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാണ്. പ്രൊമോഷണൽ ആസ്പെക്ട് നോക്കുമ്പോൾ വേറെ എത്രയോ സിനിമകൾ, ഐ മീൻ നോർമൽ ജോൺറേഴ്സിൽ വരുന്ന സിനിമകൾ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പകുതിയോളമൊക്കെ നമ്മൾ ഈ സിനിമ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് എനിക്ക് എപ്പോഴും പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഈവൻറ്റ്സ് അറ്റ്ലീസ്റ്റ് പോസ്റ്റ് റിലീസ് കുറച്ച് നമ്മുടെ ഒറിജിനൽ പ്രേക്ഷകൻ്റെ അഭിപ്രായം വന്നതിന് ശേഷമെങ്കിലും അതിൻ്റെ പ്രൊമോഷണൽ ആസ്പെക്ട് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാമെന്നുള്ളൊരു ചിന്തയിലോട്ട് വന്നു. നമുക്ക് നേരത്തെ ചിന്ത ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇങ്ങനെ ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ വലിയ സൂപ്പർ സ്റ്റാർസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം. തിയേറ്റർ കൗണ്ട്സും കുറവായിരുന്നല്ലോ പൊതുവെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. കാരണം പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ പ്രദേശത്ത് തിയേറ്ററിൽ വന്നിട്ടില്ല ഫിലിം എന്ന്. അതെനിക്ക് തോന്നുന്നു എപ്പോഴും അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു ബാഹുബലി ആകുമ്പോൾ പ്രഭാസ് സാറിന് കിട്ടുന്ന സ്വീകാര്യത വ്യത്യസ്തമാവും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഇറങ്ങുന്ന പടം ബാഹുബലിയുടെ അത്രയും വർക്കായില്ലെങ്കിൽ കൂടിയും ബാഹുബലിയുടെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ 1000 തിയേറ്റേഴ്സോ അല്ലെങ്കിൽ 3000 4000 തിയേറ്റേഴ്സൊക്കെ കിട്ടും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ പടം ഇറങ്ങുമ്പോഴായിരിക്കും അത് വർക്കായില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ചിലപ്പോൾ തിയേറ്റേഴ്സ് പറയും. ഞങ്ങൾ അത്രത്തോളം വളർന്നിട്ടില്ലാത്ത സ്റ്റാർസിൻ്റെ ആയതുകൊണ്ടായിരിക്കും നമ്പർ ഓഫ് തിയേറ്റേഴ്സ് ഞങ്ങൾക്ക് തന്നത് കുറവായിട്ടുള്ളത്. പക്ഷേ പടം നല്ലതാകുമ്പോൾ തിയേറ്റേഴ്സ് തന്നെ കൂടുതൽ ആവശ്യപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ തിയേറ്റേഴ്സ് കുറച്ചുകൂടി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രൊഡ്യൂസേഴ്സും കുറച്ചുകൂടി വില്ലിങ്ങാണ് നമ്പർ ഓഫ് സ്ക്രീൻസും നമ്പർ ഓഫ് ഷോസും വെക്കാനായിട്ട്. ഗൂഗിൾ സുരേഷിന് മുന്നേ ഒരു ഇമേജ് സ്റ്റേറ്റ്മെൻറ്റും നിലപാടുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിലിംസിലും കുറച്ചൊരു ബോൾഡായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു ഇമേജ് മാറി വിചാരിക്കുന്നു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ആദ്യം തൊട്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും, ചോദിച്ചില്ലെങ്കിൽ ഞാൻ പറയും. വെറുതെ കയറി പറയുന്നില്ല. ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാത്തുള്ളൂ. അത് ആദ്യമേ അങ്ങനെയായിരുന്നു. ഇല്ല, അങ്ങനെ ഒരു ഭാവം ഇമേജ് എനിക്ക് എവിടെയൊക്കെയോ സെറ്റായിട്ടുണ്ട്. പക്ഷേ ഞാനതെല്ലാം എനിക്ക് അറിയാം. ഞാൻ നോർമലായിട്ടുള്ള ഒരാളാണ്. ഷൂട്ട് ചെയ്യുന്ന ബ്രൂവിനെ പോലെ തന്നെ ഞാൻ നോർമലായിട്ടുള്ള ഒരാളാണ്. നോർമലായിട്ട് തന്നെ റിയാക്ട് ചെയ്യുന്ന നോർമലായിട്ടുള്ള ഇമോഷൻസും തന്നെ ഉള്ള ഒരാളാണ്. നമ്മളെ ആൾക്കാർ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമുക്കെന്തോ പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നേ ഉള്ളൂ. അത്ര ഫിലിം ഉണ്ടായിരുന്നു.